അയ്യപ്പേട്ട, ബെയിലിൻ ദാസ് ഇനി അഭിഭാഷകനാവരുത് എന്നാണ് മർദ്ദനത്തിനിരയായ ശ്യാമിലി പറയുന്നത്. ഈ പറയുന്നത് പോലെ ശ്യാമിലിക്ക് പിന്തുണയുമായിട്ട് CPM നേതാക്കളൊക്കെ എത്തിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഈ പറയുന്ന ബെയിലിൻ ദാസ് എന്ന് പറയുന്ന അഭിഭാഷകൻ CPM-കാരനാണ്. ഈ പറയുന്ന CPM-കാരനെ ഇപ്പോൾ ഒളിപ്പിച്ചിരിക്കുന്നത് ആഴക്കടലിലാണ് എന്നാണ്. അതായത് ആഴക്കടലിലേക്ക് ബോട്ടിൽ അദ്ദേഹം പോയിരിക്കുന്നു എന്നുള്ളതാണ് വിവരം. എന്താണ് കൂടുതൽ ഇതേക്കുറിച്ച് പറയാനുള്ളത്? ഇതിലും എന്തെങ്കിലും ഒരു രാഷ്ട്രീയം കളിയുണ്ടോ? പ്രജിത, രാഷ്ട്രീയം നമുക്ക് മാറ്റി നിർത്താം. എനിക്കൊറ്റ സംശയം ചോദിക്കാനുള്ളൂ. നമ്മളിവിടെ സാധാരണ കാണുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികൾ, അവർക്കിടയിൽ ഒരു പെൺകുട്ടി, ഓട്ടോ ഓടിക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ടെന്നിരിക്കട്ടെ. എടോ, ഇത്രയും മുറിവ് വേണ്ട. ആ കുട്ടിയുടെ മുഖത്ത്, ആ ജൂനിയർ വക്കീലിൻ്റെ മുഖത്ത് പറ്റിയിരിക്കുന്ന പാടിൻ്റെ ഒരു ചെറിയ അംശം മതി ഈ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ വെറുതെ ഇരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത് അങ്ങ് അറ്റം മുതൽ ഈ അറ്റം വരെയുള്ള ഇളകും. അറിയാമല്ലോ, അവൻ്റെ കാര്യം കട്ട പുകയായിരിക്കും. ആണല്ലോ, ആ സ്ഥാനത്ത് ഒരു വക്കീലിന്, അതും ഒരു സീനിയർ വക്കീലിൻ്റെ കയ്യിൽ നിന്ന് ഇത്തരത്തിൽ തല്ല് കിട്ടുമ്പോൾ പോലീസ് വരുമ്പോൾ പുറംവാതിലിലൂടെ അവനെ പോകാൻ അനുവദിച്ച ഈ വക്കീൽ സമൂഹത്തിന് നമ്മൾ എന്താ പറയുക? എന്തിനു ഡീബാർ ചെയ്തെന്ന്, ഒലക്കാരെ മൂട് ഡീബാർ ചെയ്തെന്ന് പറഞ്ഞു അല്ലേ? ഡീബാർ ചെയ്താലും തിരിച്ചെടുക്കാനുള്ള വകുപ്പുണ്ടേ? അതൊരു ശാശ്വതമായ ഒരു പരിഹാരമല്ലല്ലോ അല്ലേ? വകുപ്പുണ്ടല്ലോ, ശാശ്വതമായ പരിഹാരമുള്ളതെന്ന് ഈ പറയുന്ന അരിയാഹാരം കഴിക്കുന്ന ഏതൊരു മനുഷ്യനും അറിയാമല്ലോ. ഇത് ആരെ കൂടെ ഇതൊക്കെ പറയണത്? ഇത് ആരെ പറ്റിക്കാൻ പറയണം? ഒന്ന് ആലോചിച്ച് നോക്കൂ, ആഴക്കടലില് വള്ളങ്ങൾ മാറി മാറിയാണ് ഇയാൾ വളരെ സുരക്ഷിതമായിട്ട്. ഇവൻ ആഴക്കടലിൽ ഇനി എന്തൊക്കെ ചെയ്യും? ആഴക്കടലിൽ എന്ന് പറഞ്ഞാലേ എത്ര ദിവസം അയാൾ നിൽക്കും? ചോദിക്കട്ടെ, ഒറ്റ ചോദ്യം, അത് അവിടെ നിന്നോട്ടെ. ഈ പറയുന്ന പോലെ മന്ത്രി രാജീവ് അവിടെ വന്നു, അതെ, ജില്ലാ സെക്രട്ടറി ജോയി വന്നു, ഏരിയ കമ്മിറ്റി സെക്രട്ടറി വഞ്ചൂര് ബാബു വന്നു. ഇവരെയൊക്കെ മൂക്കിന്റെ താഴെ, വഞ്ചൂര് ബാബുവിന്റെയും ജോയിയുടെയൊക്കെ മൂക്കിന് താഴെയാണ് ഈ സംഭവം നടന്നത്. ഇത് ഒരു കഥ മാത്രമല്ല, ഇത് പുറത്തു വന്ന ഒരു ജൂനിയർ വക്കീലിന്റെ കഥയാണ്. നിരവധി സീനിയർ വക്കീലന്മാരെ ഈ ജൂനിയർ വക്കീലന്മാരായ ലിംഗഭേദം എന്നെ പീഡിപ്പിക്കുന്നുണ്ടെന്ന കഥയാണ് എൻ്റെ പല സുഹൃത്തുക്കളിൽ നിന്ന് എനിക്ക് കിട്ടിയത്. ഞാൻ തിരുവനന്തപുരത്തുകാരനാണ്. വഞ്ചൂർ എന്ന് പറയുന്നത് എനിക്ക് അന്യമായ സ്ഥലമൊന്നുമല്ല. നിരവധി വക്കീൽ സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അവരിൽ നിന്നൊക്കെ കിട്ടിയത് നിരവധി പേർ ഈ പെൺകുട്ടി പ്രഗ്നന്റ് ആയിരുന്നപ്പോൾ തല്ലി കിട്ടിയെന്നാ പറയുന്നത്. എന്നിട്ട് അത് പുറത്തു വന്നോ? അവരുടെ പാഷൻ, അവരുടെ ഇഷ്ടത്തിന് പഠിച്ച് വളരെ നല്ലൊരു മാർക്ക് വാങ്ങി അവർ പഠിക്കാൻ വരുമ്പോൾ ഇതിനു മുമ്പ് ഒരു വിഷയം ഉണ്ടായിരുന്നു അല്ലെ? ആ പ്രഗ്നൻസി പീരീഡിൽ തല്ലിയത്. ആ സമയത്ത് 5 മാസം ഗർഭിണിയായിരുന്നപ്പോഴാണ് തല്ലുന്നത്. അപ്പൊ ആ സമയത്ത് ഒരു പക്ഷെ അവർ ആ ഒരു ടൈമും ഈ ചേട്ടൻ പറഞ്ഞതുപോലെ പാഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞ് മറ്റൊരു സ്ഥലത്തേക്ക് പോകണമല്ലോ. ഇതെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. ഈ ഒരു പ്രഗ്നൻസി സമയത്ത് ഒരു സ്ത്രീ വന്നു പോവുക എന്നുള്ളതും അവർക്കൊരു കൺസെഷൻ കിട്ടുക, ഒരു മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനാണെങ്കിൽ ഈ തരത്തിൽ ചെയ്യുകയില്ലല്ലോ. പക്ഷെ അതിനെതിരെ ഇവര് ആ സമയത്ത് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്നൊരു ചോദ്യം വരുന്നുണ്ട്. ഈ വക്കീലന്മാരെന്ന് പറയുന്നത്, വഞ്ചൂരത്തെ വക്കീലന്മാരെന്ന് പറയുന്നത് ഈ ഒരു ഇൻസിഡന്റ് എന്നല്ല, മാധ്യമപ്രവർത്തകരായിട്ട് തല്ലുകൂടി നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ഒരു യുദ്ധക്കളമായിരുന്നു. ഇവർക്ക് എന്താണെന്ന അവരുടെ വിചാരം ഈ വക്കീലന്മാരുടെ? ഇന്നലെ നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, അവരൊക്കെ തന്നെ പറഞ്ഞത് ഗ്രൂപ്പിലൊക്കെ ഈ സംഭവം ഉണ്ടായിട്ട് അവരുടെ ഗ്രൂപ്പിൽ വളരെ അഹങ്കാരം നിറഞ്ഞ മറുപടിയാണ് ഈ പറയുന്ന പോലെ ഈ ബെയിലി ദാസ് നടത്തിയിരിക്കുന്ന പറയുന്നത്. ബെയിലി ദാസിന്റെ ചരിത്രം കൂടെ നമുക്ക് നോക്കാം. ബെയിലി ദാസ് ഒരു വിമുക്ത ഭടനാണ്. വിമുക്ത ഭടനം എന്ന് പറഞ്ഞാൽ 30 വയസ്സിലോ 35 വയസ്സിലോ അദ്ദേഹത്തിന്റെ ഈ സർവീസ് കഴിഞ്ഞു. ഒരു ലത്തീൻ സമുദായക്കാരനാണ്. അതൊക്കെ എന്തോ ആവട്ടെ, അയാള് വിമുക്ത പഠനാണ്. ശേഷമാണ് വക്കീൽ പഠനത്തിലേക്ക് വരുന്നത്. ഇയാൾ ഏതുതരം കേസുകൾ തന്നെ ബാധിക്കുന്നത്? പള്ളിയിലെ അച്ഛന്മാരുടെയും അവിടുത്തെ പള്ളിയിലെയും വികാരിമാരും അവരൊക്കെ പറഞ്ഞു വിടുന്ന കുറെ കേസുകളുണ്ട്. അങ്ങനെയാണ് ഈ കേസുകൾ കിട്ടുന്നത്. കേസുകൾ കിട്ടിയപ്പോൾ ഞണ്ട് കൊഴുത്താൽ വങ്കി കിടക്കില്ലെന്ന് പറയുന്ന പോലെ ഞണ്ട് കൊഴുത്തപ്പോൾ വങ്കി നിന്ന് പുറത്തായി. അപ്പൊ അത് ഇതിനകത്ത് വേറൊന്നുമല്ല, ഇയാൾ ആദ്യം ഒരു CPM പ്രവർത്തകനായിരുന്നു. അതായത് CPM പ്രവർത്തകൻ പ്രജിത, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക. പണ്ടൊക്കെ പ്രത്യേകിച്ച് CPM എന്ന് പറയുന്ന പാർട്ടിയിൽ അംഗത്വം നേടുന്നതിന് ചില മാനദണ്ഡങ്ങളും ചില കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള ഒരു ക്വാളിറ്റി ഉള്ളവനെ CPM എന്ന് പറയുന്ന പാർട്ടിയിൽ ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ കണ്ട തറകളല്ല ഈ പാർട്ടിയിലുള്ളത്. അപ്പൊ ഇവനൊക്കെ കാര്യം കാണാൻ വേണ്ടി നേരത്തെ CPM ആയിരുന്നു. ഇപ്പോ എന്തായിരുന്നാലും CPM ആയിരുന്നാലും CPM എന്ന അയാൾ മാറി, അയാൾ CPI-ലേക്ക് പോയി എന്ന് CPM-കാർ ഇപ്പൊ പറയുന്നു. അവരുടെ വക്കീൽ സംഘടന, ഇപ്പൊ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ വിളിക്കുമ്പോൾ അവര് മീറ്റിംഗിലാണെന്ന് പറഞ്ഞു. വക്കീൽ സംഘടനയുടെ അവനെ വിലക്കി. ബെയിലിൻ ദാസ് CPM സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞ, അവരിപ്പോ കൈയൊഴിയുകയാണ്. അയാൾ അതിൽ നിന്ന് പോയി CPM എന്ന് അയാൾ പോയി CPI-യിലായി. അതങ്ങനെയാണ്, കൈ ഒഴിയും. അങ്ങനെയാണല്ലോ.
കാര്യം ഒരു കുറ്റക്കാരനാവുമ്പോൾ എല്ലാവരും കൈ ഒഴിയുമല്ലോ. അപ്പോൾ അങ്ങനെ അത് നമുക്കറിയില്ല. CPIയിൽ പോയി ഇപ്പോൾ കോൺഗ്രസ്സുകാരനാണെന്ന് പറയും. എന്തായാലും നമ്മുടെ സംശയം, അയാൾ CPIക്കാരനായാലും CPMകാരനായാലും ഈ മന്ത്രിക്കൊക്കെ ഉളുപ്പില്ലേ? ആ കൊച്ചിനെ വന്ന് കണ്ട് നിയമമന്ത്രി അപ്പൊ തന്നെ പാഞ്ഞെത്തി. നിയമമന്ത്രി വന്നു, ബാബു എന്ന പുതിയ പിന്നെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി വന്നു. ബാബുവിന്റെ വീടിന്റെ തൊട്ടടുത്താണ് ഈ കാണുന്ന രംഗമൊക്കെ നടക്കുന്നത്. ജോയി അവിടെ ഉണ്ടായിരുന്നു. ചേട്ടാ, ഞാൻ ചോദിക്കുന്നത് ഇവരുടെ രാഷ്ട്രീയ ബന്ധം അതൊക്കെ അവിടെ നിൽക്കുമ്പോഴും ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, ഈ കോസ്റ്റ് ഗാർഡിനെയും നേവി ഉദ്യോഗസ്ഥരെയൊക്കെ അവിടെ നിർത്തുന്നുണ്ട് എന്ന് പറയുന്നു. ഇയാളെ പിടികൂടാൻ ഇതിനും മാത്രം ബുദ്ധിമുട്ടെന്താ? പ്രീത, ഒരു ബുദ്ധിമുട്ടില്ല. നമ്മളിതിൽ എനിക്കിതിൽ തോന്നിയ ഒരു രാഷ്ട്രീയം എന്ന് അല്ലേ, പറയുന്നത് പഹൽഗാമിൽ പോലും നമ്മൾ തിരിച്ചടി കൊടുത്ത സമയം അല്ല. ആലോചിച്ചു നോക്കണം. എൻ്റെ ഒരു സംശയം ഞാൻ ചോദിച്ചോട്ടെ. ഞാൻ ആദ്യം പറഞ്ഞു, ഈ ഓട്ടോറിക്ഷ ഡ്രൈവറെ ആണ് തല്ലിയിരുന്നെങ്കിൽ അവർ വിടുമായിരുന്നോ? ഈ കുട്ടിയുടെ മുഖം കണ്ടോ? എടാ, അത് ഒരു സ്ത്രീയാണ്. ഈ സ്വന്തം ഒരു ജൂനിയർ വക്കീലിനെ തല്ലി. അത് നോക്കി ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, ഇത്തരത്തിലൊരു രീതിയിൽ പെരുമാറുക എന്ന് പറയുന്നത് ആശാസ്യകരമായിട്ടുള്ള കാര്യമല്ല. ഒരു തൊഴിലിടത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. നീതിക്ക് വേണ്ടി സംസാരിക്കുന്നവരുടെ ഇടയിലാണ് ഇത്തരത്തിൽ നീതിയില്ലായ്മ കാണിച്ചിട്ടുള്ളത്. നിരവധി ജൂനിയർ വക്കീലന്മാര് പുറത്തു പറയാത്ത രീതിയിലുള്ള വിഷയങ്ങളൊക്കെ അവിടെ ഉണ്ടാകുന്നുള്ളതായിട്ടാണ് നമ്മുടെ സുഹൃത്തുക്കൾ പലരും പറഞ്ഞിട്ടുള്ളത്. ഒന്നും പുറത്ത് പറയാറില്ല. ഈ കുട്ടി തന്നെ 2ാമത്തെ തവണയല്ലേ പറയുന്നത്. അല്ലാതെ ഇത് കുട്ടിക്ക് നിവർത്തി കിട്ടല്ലേ പറയുന്നത്. അതാ ആ കുട്ടിയുടെ ഹസ്ബൻഡ് ബാങ്കിലാണ്. അതിന്റെ പാഷൻ കൊണ്ടാണ് വരുന്നത്, അല്ലാതെ നിവർത്തിയിട്ട് വരുന്നതൊന്നുമല്ല. അല്ലെങ്കിൽ തന്നെ ഒന്ന് നോക്കിക്കേ. പിന്നെ 2ാമത് എൻ്റെ ഒരു സംശയം, ഈ പറയുന്ന വക്കീല് നിയമമന്ത്രി വരുന്നു, ഈ പാർട്ടി സെക്രട്ടറി വരുന്നു, ഇവരെന്ത് നാടകമാണ് കളിക്കുന്നത്? ഇവർ വന്ന് നോക്കി, ഈ നാടകത്തിൽ ബെയിലിദാസിനെ പിടിച്ചോ? ഇത്രയും മണിക്കൂറായി ബെയിലിദാസിനെ പിടിച്ച വാർത്ത വള്ളങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കഴിയുകയാണ് അയാൾ വള്ളങ്ങളിൽ. അതെ, ആ ആഴക്കടലിൽ കഴിയുന്ന ഇയാളെ പിടിക്കാനായിട്ട് കോസ്റ്റ് ഗാർഡിനോട് പറഞ്ഞു, നേവിയോട് പറഞ്ഞു. ഇത് ഇങ്ങനെയൊക്കെ പറഞ്ഞു വെക്കുകയല്ലാതെ അവരോട് പറഞ്ഞു പോകാൻ പറ്റുന്നില്ല. അവരോട് പറഞ്ഞു, ഇവരോട് പറഞ്ഞു. അല്ലേ, ഇതാണ് എന്തിനു പിന്നെ ഈ മന്ത്രിയൊക്കെ ആരെ കാണിക്കാൻ? ഇപ്പൊ ഇയാള് കോൺഗ്രസ്സുകാരനാണെന്ന് ചോദിക്കൂ. കോൺഗ്രസ്സുകാരനാണെന്നാണ് ചേട്ടൻ ഇപ്പൊ പറഞ്ഞു വെച്ചത്. അങ്ങനെയാണ് ഒരു സുഹൃത്ത് പറഞ്ഞത്. ലഭിച്ച സൂചന അനുസരിച്ച് അങ്ങനെയാണ്. അതിപ്പോ കോൺഗ്രസ് ആണ്. അതെ, ഇപ്പൊ ചാടി അവസാനം കോൺഗ്രസിലെത്തി. ഇനി കോൺഗ്രസ്സുകാർക്കൊന്നും പറയാനില്ലേ? അല്ല, എന്നാലും ഒരു സംശയം പ്രീത, നമ്മൾ ഈ പറയുന്ന പോലെ തൊഴിലെടുത്ത് ഇത്തരത്തിലുള്ള ആക്രമണം എന്നൊക്കെ പറഞ്ഞാൽ ഇത് കേരളമല്ലേ? കേരളം ആയതുകൊണ്ടാണല്ലോ ഇതെല്ലാം നടക്കുന്നത്. എന്നിട്ട് ഈ കണ്ട പ്രബുദ്ധത കൂടി പോയതാണ്. ഇത് വന്നിരിക്കുന്നത് ഗീനാകുമാരി എന്ന് പറഞ്ഞ് പഴയൊരു നേതാവാണ്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് SFI ഉണ്ടായിരുന്ന ഗീനാകുമാരി നിരവധി തല്ലി കിട്ടിയൊരു നേതാവാണ്. അവരിപ്പോൾ സർക്കാരിന്റെ ലീഡർ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. ഏതായാലും ഗീനാകുമാരിയും പിന്നെ രാജീവും ജോയിയും ഒക്കെ വന്ന് നാടകം കളിച്ചു. പ്രീത ചോദിക്കുന്ന പോലെ വള്ളങ്ങൾ ഇങ്ങനെ ചാടി പോകുന്നതിന് അവനിങ്ങനെ ചാടി എത്ര നാൾ പോകും? നമുക്കറിയാം സിദ്ദിഖിനെ പിടികൂടാൻ നടന്ന കഥ. മൂക്കിന് താഴെ ഈ കൊച്ചിയിൽ സിദ്ദിഖ് ഉണ്ടായിരുന്നു. മൂക്ക് കൃത്യമായ അറിവുണ്ടായിരുന്നു സിദ്ദിഖ് എവിടെയുണ്ട് എന്നുള്ളത്. എന്നിട്ട് ഈ പോലീസ് കളിച്ച നാടകം, ഇത് ഒരു നാടകമാണ്. ഇതും നാടകമാണ്. അതന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇത് നാടകമാണ്, കൃത്യമായ നാടകമാണ്. മന്ത്രി വന്നൊരു നാടകം കളിക്കുന്നു. അതിന് പിന്നിൽ ഇവർക്ക് വേണ്ടുന്ന ആള് തന്നെയാണ് ബെയിലിദാസ്. അതല്ലെങ്കിൽ ഇങ്ങനെ ഒരാളെ പിടിക്കാൻ നമ്മുടെ പോലീസിനോ നമ്മുടെ സംവിധാനങ്ങൾക്കൊന്നും ഇത്ര ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്നുകൂടെ പറയാം. അതായത് പിൻവാതിലിലൂടെ അങ്ങേരുടെ ഓഫീസിൽ കയറി പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞ് നാടകം കളിച്ച വക്കീലന്മാരില്ലേ, ഈ വഞ്ചൂരിത്ത വക്കീലന്മാർ, ഇവർക്ക് വേറെ ഒരിടത്തും ഇല്ലാത്ത വക്കീലന്മാരെക്കാളും കൊമ്പാണ്. ഇവിടെ ഈ കൊച്ചിയിൽ ഹൈക്കോർട്ടിൻ്റെ അവിടെയുള്ള വക്കീലന്മാരെക്കാളും കൊമ്പാണ്. അതുകൊണ്ടാണ് മാധ്യമപ്രവർത്തകരെ തല്ലിയൊരു രംഗം നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. അതിനകത്തൊരു കേസ് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, ഒരു കേസ്, പ്രമാദമായ ഒരു കേസ് റിപ്പോർട്ട് ചെയ്യുന്നതിൽ തുടങ്ങിയ ആ വാക്ക് തർക്കമാണ് ഇത്തരത്തിൽ പോയത്. ഇന്നും സ്ക്രീനിങ് ആണ് അതിനകത്ത് കയറാൻ. അതായത് ഈ വക്കീലന്മാരുടെ അപ്രമാദിത്വത്തിന് പോലീസിനോ സർക്കാരിനോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ബെയിലിദാസ് ഇങ്ങനെ വള്ളം ചാടി പോകുന്നത്. പൊതുജനത്തെ പറ്റിക്കാൻ ഈ നാടകം കളിക്കുന്ന മന്ത്രിയും ഇവർക്ക് എന്ത് നാണമില്ലെന്ന് നമുക്ക് ചോദിക്കാം. അവരെ വിശ്വസിച്ചെങ്കിൽ തീർന്നു കാര്യം. അല്ല, അവർക്ക് വിശ്വസിക്കേണ്ട ബുദ്ധിയും വിവരമുള്ള ആൾക്കാരാണെങ്കിലേ, ഈ പാർട്ടിയുടെ അടിമപ്പണി ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ, ഈ ശ്യാമിലി എന്ന് പറയുന്ന കുട്ടി അടിമയല്ല എന്നുണ്ടെങ്കിൽ, ആ വീട്ടുകാർ അടിമയല്ല എന്നുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കട്ടെ ഇതെല്ലാം വെറും നാടകമാണ്. ഈ വക്കീലന്മാർ ഇന്നിപ്പോൾ അയാളെ ഡിബാർ ചെയ്തെന്നൊക്കെ പറയുന്നില്ലേ, അതും ഒരു നാടകമാണ്. അല്ലേ, അതും ഒരു നാടകമാണ്. ഏതായാലും മന്ത്രിയും ജോയിയും പാർട്ടി സെക്രട്ടറി ജോയിയും പിന്നെ പഞ്ചൂര് ബാബുവും ഒക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഏറ്റവും നല്ല നടന്മാർക്കുള്ള എന്ത് അവാർഡ് കൊടുക്കണമെന്ന് നമുക്ക് പറയാൻ നമുക്ക് അതിനുള്ള കഴിവില്ല. എന്നാൽ നമുക്ക് നോക്കാം എവിടം വരെ ഈ നാടകം നീണ്ടുപോകുമെന്ന്. കുറച്ചു ദിവസം കഴിയുമ്പോൾ ഇത് തേഞ്ഞുമാഞ്ഞല്ല, തേഞ്ഞുമാഞ്ഞല്ല, ഫാമിലിക്ക് കൊണ്ടാടി അവർക്ക് കിട്ടി.
അതിനപ്പുറത്തേക്ക് ബെയിലിദാസിനെതിരെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നിയമ നടപടി ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. തീർച്ചയായിട്ടും അങ്ങനെ സംഭവിക്കാനേ സാധ്യതയുള്ളൂ.